എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മളിന്നിപ്പം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ആരംഭിക്കുന്നത് പ്രസംഗശാസ്ത്രം അഥവാ ഹോമിലെറ്റിക്സ് എന്ന വിഷയമാണ്. ഈ ഹോമിലെറ്റിക്സ് എന്നുള്ള വിഷയം വാസ്തവത്തിൽ ഹെർമന്യൂട്ടിക്സിൻ്റെ ഒരു തുടർച്ചയാണ്. ഹെർമന്യൂട്ടിക്സ് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതോ ഒരു ബാച്ചിൽ കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ ആ ക്ലാസ് എടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കെടുത്ത് ഞാനല്ല. വ്യാഖ്യാന ശാസ്ത്രം, വേദപുസ്തകം എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് ഹെർമന്യൂട്ടിക്സ് എന്ന് പറയുന്നത്, അഥവാ വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഹോമിലെറ്റിക്സ് എന്തുകൊണ്ട് അതിനുശേഷം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, വേദപുസ്തകം ശരിയായിട്ട് വ്യാഖ്യാനിച്ചതിന് ശേഷം മാത്രമേ അത് പ്രസംഗിക്കാൻ പാടുള്ളൂ. കാരണം വ്യാഖ്യാനം ശരിയല്ലാതെ നമ്മളത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള നിലയിൽ അതിൻ്റെ ഓർഡർ നോക്കിയാലും നാം ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ടത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മൾ ബൈബിളിലോട്ട് നോക്കുമ്പോഴും നാം കാണുന്ന മാതൃക അതാണ്. ഞാൻ ഇതിന് മുന്നേ പല സന്ദർഭങ്ങളിൽ കോട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമാണ് യസ്രയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. നിങ്ങൾക്കെല്ലാവർക്കും ഈ സമയം കൊണ്ടത് വളരെ വ്യക്തമായിട്ട് മനഃപ്പാഠമായിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടോ അറിയാനായിട്ട് കഴിയുന്നൊരു വാക്യമാണ്. ഇസ്രായേലിൽ, അതായത് ഈ ദൈവത്തിൻ്റെ യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാനും അത് പ്രമാണിക്കുവാനും അത് പിന്നീട് ഉപദേശിച്ചു കൊടുക്കുവാനും യസ്ര മനസ്സ് വച്ചിരുന്നു എന്നുള്ളതാണ് ആ 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. 3 പടികൾ നമ്മൾ ആ വാക്യത്തിൽ കാണുന്നുണ്ട്. എന്താണ്? ഒന്ന്, പരിശോധിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ നമ്മൾ വിവിധമായ നിലകളിൽ പഠിപ്പിക്കുമ്പോഴും വ്യാഖ്യാനം പഠിപ്പിക്കുമ്പോഴും പ്രസംഗം പഠിപ്പിക്കുമ്പോഴും ഒക്കെ പറയാറുള്ളത്. ആദ്യം വേദപുസ്തകം നന്നായി പരിശോധിക്കുക. ഇന്നും ഈ പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുന്നതിന് മുൻപ് അതാണ് വാസ്തവത്തിൽ പറയേണ്ടത്. പക്ഷേ അങ്ങനെ പറയാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഒത്തിരി സമയമെടുത്ത് പോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണം, വേദപുസ്തകം, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ബൈബിൾ, അത് പരിശോധിക്കുക. പരിശോധിക്കുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ വ്യാഖ്യാന നിയമങ്ങൾ അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യണമോ അല്ലെങ്കിൽ വ്യാഖ്യാന നിയമങ്ങൾ പാലിക്കണമോ ആ വ്യാഖ്യാന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണം ഈ പരിശോധന നടത്താനായിട്ട്. എന്താണ് അവിടെ ഉള്ളത്, എന്താണ് അതിൻ്റെ അർത്ഥം, ഇതെല്ലാം നാം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അത് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1-ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് എടുത്തു ചാടാനായിട്ട് നമുക്ക് അനുവാദമില്ല. കാരണം 1-ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് എടുത്തു ചാടുക എന്ന് പറഞ്ഞാൽ എന്താ? പരിശോധിക്കുക, പ്രമാണിക്കുക, പഠിപ്പിക്കുക. ഇതാണ് ആ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പരിശോധിക്കുക, പ്രമാണിക്കുക, പഠിപ്പിക്കുക. ആ ഓർഡർ അതാണ്. ഇപ്പം 1-ാമത്തെ സ്റ്റെപ്പിൽ നിന്ന് 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് എടുത്ത് ചാടരുതെന്ന് പറഞ്ഞാൽ പരിശോധിക്കുക, പഠിപ്പിക്കുക. ഇതാണ് എളുപ്പം. പരിശോധിക്കുക, പഠിപ്പിക്കുക. എന്നെ പോലെയുള്ളതായിരിക്കുന്ന അധ്യാപകർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് പരിശോധിക്കുക, പഠിപ്പിക്കുക എന്നുള്ളത്. അത് ഈ പ്രസംഗശാസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. അത് പരിശോധിക്കുക, അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചിട്ട് അത് അതേപോലെ പ്രാവർത്തികമാക്കാതെ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് പ്രമാണിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കാര്യം മാത്രമല്ല, ഈ പ്രസംഗശാസ്ത്രം പോലും അത് പ്രമാണിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ നിയമങ്ങളനുസരിച്ച് അത് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വളരെ സമയമെടുക്കേണ്ട കാര്യമാണ്, വളരെ തല ഉപയോഗിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം ചെയ്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ഏറ്റവും ഫലകരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത്, എങ്ങനെയും ഇത് ചെയ്യാം. എങ്ങനെയും ചെയ്താലുള്ള കുഴപ്പം എന്താണ്? അതിന് അത്രയും കണ്ടേ ഫലം ഉണ്ടാവുള്ളൂ, പ്രയോജനം ഉണ്ടാവുള്ളൂ. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്രസംഗശാസ്ത്രം, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ എങ്കിലും ഞാൻ ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രസംഗിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യം നിങ്ങൾ നേരത്തെ പ്രിയ ദേവദാസനോട് സംസാരിച്ചപ്പോൾ, ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞപ്പോൾ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ പ്രസംഗശാസ്ത്രം എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ തന്നെ 2 തരത്തിലുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം ആളുകളുടെ ഹൃദയത്തിനകത്ത് വരാം. ഒന്ന്, ഈ കാര്യത്തിൽ ഒരു താല്പര്യം ഇല്ലായ്മ കാണിക്കാം. കാരണം ഞാൻ എൻ്റെ സഭയിൽ പ്രത്യേകിച്ച് വലിയ ശുശ്രൂഷയൊന്നും ചെയ്യാറൊന്നുമില്ല,
അതുകൊണ്ട് എനിക്കിത് ആവശ്യമില്ല. ഇത് ആവശ്യം ആർക്കാണ്? സഭയിലെ മൂപ്പന്മാർക്കോ ശുശ്രൂഷകന്മാർക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ഡീക്കന്മാർക്കോ സുവിശേഷകന്മാർക്കോ ഒക്കെയാണ് ഇത് ആവശ്യം. വേറെ ആർക്കും ഇത് ആവശ്യമില്ല. ഒരു നിലയിൽ പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്, പക്ഷെ അവർക്ക് മാത്രം ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഇത് എല്ലാവർക്കും ആവശ്യമുള്ളതാണെന്നുള്ളത് ഒന്നാമത് തിരിച്ചറിയണം. മറുവശത്ത് ഈ പ്രസംഗശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇത് പ്രസംഗശാസ്ത്രം എന്ന് പറയുന്ന സംഭവമാണ്, ഇത് എനിക്ക് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര പ്രസംഗിക്കാനായിട്ട് എനിക്ക് അങ്ങേയറ്റത്തെ പ്രസംഗം വേണമെങ്കിൽ നടത്താം, എനിക്ക് പോയി അടുത്ത വേണമെങ്കിൽ കൺവെൻഷന് പ്രസംഗിക്കാം, അവിടെ പോയി ചെയ്യാം, ഇവിടെ പോയി ചെയ്യാം എന്നൊക്കെയുള്ള ഒരു വലിയൊരു ആവേശം ചിലപ്പോൾ ആളുകളുടെ ഹൃദയത്തിനകത്തുണ്ടാകാം. അതും ഒഴിവാക്കേണ്ടതാണ് എന്ന് ഞാൻ പറയാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രസംഗം എന്ന് പറയുന്നത് എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ദൈവവചനം ഷെയർ ചെയ്യുക, പങ്കുവെക്കുക എന്നുള്ളതും പ്രസംഗം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഇത് മറ്റൊരു നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഞാൻ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എങ്കിൽ പോലും ഈ പഠിപ്പിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എസ്ര പറഞ്ഞതായിരിക്കുന്ന കാര്യം, എസ്ര ചെയ്ത 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പരിശോധിച്ചു, ഒന്ന് പ്രമാണിച്ചു, 3 അത് പഠിപ്പിച്ചു, അത് ഉപദേശിച്ചു കൊടുത്തു. ഇത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നമ്മളോട് ഈ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കടന്നു വന്നതായിരിക്കുന്ന 1-2 വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ ഉള്ളതായിരിക്കുന്ന 1-2 വാക്യങ്ങളാണ്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ഇതിന് വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന പരിഭാഷകളുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനതങ്ങനെ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത് ബി ഡിലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ്, അല്ലെങ്കിൽ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് വായിക്കുന്നത്. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് എന്നൊക്കെ വായിക്കുന്നുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ട് എന്ന് വായിക്കുന്നുണ്ട്. കാരണം ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ നാം വായിക്കുന്നത് സ്റ്റഡി ടു ഷൂ ദൈ സെൽഫ് അപ്രൂവ്ഡ് ആൻഡ് ടു ഗോഡ് എന്നാണ്. അതായത് സത്യവചനത്തെ യഥാർത്ഥമായി പഠിച്ചുകൊണ്ട് എന്നവിടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പരിഭാഷയിൽ റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്, ബി ഡിലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ്ലി ഡിവൈഡിങ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ചുകൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ മലയാളത്തിൽ വായിക്കുന്ന സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ടെന്നാണ്. ഇത് ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആശയം എന്താണെന്നറിയാമോ? സത്യവചനത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. എന്നിൽ നിന്ന് ഈ വചനം മറ്റുള്ള ഒരു വ്യക്തിയിലേക്ക് പകരപ്പെടണം. അതല്ലാതെ ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം, അത് ആവശ്യമാണ്. എനിക്കത് ഗ്രഹിക്കണം, എനിക്കത് പ്രായോഗികമാക്കണം, എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടണം. അത് വളരെ ആവശ്യമുള്ള കാര്യമാണല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ കയ്യിലേക്ക് വന്നതായിരിക്കുന്ന ഈ വെളിച്ചം, ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരണം എന്നുള്ള വലിയൊരു സത്യം നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് ഈ ലോകത്തിൽ വന്ന് പറഞ്ഞതായിരിക്കുന്ന അനേക പ്രസ്താവനകളിൽ, ഞാനാകുന്നു എന്ന് പറഞ്ഞതായിരിക്കുന്ന അനേക പ്രസ്താവനകളിൽ ഒരു പ്രസ്താവനയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞൊരു പ്രസ്താവന. അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതേ കർത്താവ് തന്നെ കുറച്ച് കഴിഞ്ഞ് തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമുക്ക് കിട്ടി നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിന് വെളിച്ചം കൊടുക്കാനായിട്ട് കടപ്പെട്ടവരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്, നമ്മൾ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അതാണ് അതിൻ്റെ ആശയം. അതിൻ്റെ കൂടുതൽ അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ലോകത്തിന് വെളിച്ചം കൊടുക്കാനായിട്ട് കടപ്പെട്ടവരാണ് നിങ്ങൾ. ഈ വെളിച്ചം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? നമ്മുടെ വെളിച്ചമാണോ? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ എൻ്റെ വെളിച്ചമാണോ ഞാൻ ഈ ലോകത്തിന് കൊടുക്കേണ്ടത്? അല്ല. നമുക്ക് ആ 2 വാക്യം കൂടെ ഒന്ന് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാൻ കഴിയും. എന്താണ്? യഥാർത്ഥത്തിൽ കർത്താവാണ് വെളിച്ചം, അല്ലേ? ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. സത്യ വെളിച്ചം, ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ആ ശരിയായ വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവിൽ നിന്നുള്ള വെളിച്ചം ഞാൻ പ്രാപിച്ചു. ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്താണ്?
ഒരു കണ്ണാടി എങ്ങനെയാണോ, ഒരു കണ്ണാടിക്കകത്തേക്ക് നാം ഒരു ടോർച്ച് അടിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു കണ്ണാടിക്കകത്തോട്ട് നാം ഒരു ടോർച്ച് അടിച്ചാൽ എന്ത് സംഭവിക്കും? ആ വെളിച്ചം ആ കണ്ണാടിയിൽ പോയി പതിച്ച് അവിടെ നിൽക്കുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? അത് പ്രതിബിംബിക്കും, അല്ലേ? അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. ഇതേ കാര്യമാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഈ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ചതായിരിക്കുന്ന വെളിച്ചം എന്നിലേക്ക് വന്ന് അത് എന്നിൽ നിൽക്കുക എന്നുള്ളതല്ല, എന്നിൽ നിന്ന് അത് പ്രതിഫലിക്കണം, അത് റിഫ്ലക്റ്റ് ചെയ്യണം, അത് പ്രതിബിംബിക്കുന്ന നിലയിലേക്കാകണം. അങ്ങനെയാണ് എന്നെ കാണുന്നവർ ആരുടെ വെളിച്ചം കാണുന്നത്? എൻ്റെ വെളിച്ചമല്ല, കർത്താവിൻ്റെ വെളിച്ചം കാണുന്നത്. എന്നിൽ നിന്ന് ആ വെളിച്ചം പ്രതിഫലിക്കുമ്പോൾ ആ വെളിച്ചം എൻ്റെ വെളിച്ചമല്ല, എന്നിലേക്ക് വന്നതായിരിക്കുന്ന കർത്താവിൻ്റെ വെളിച്ചമാണ്. ഞാനും നിങ്ങളും പ്രസംഗിക്കുമ്പോൾ ഈ ലോകത്തിന് വെളിച്ചം പകരുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന ആളുകളിലേക്ക് യഥാർത്ഥ സത്യവചനം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥമായിരിക്കുന്ന സത്യം, ആ സത്യത്തെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിച്ചമെന്ന് പറയുന്നത്. ഈ സത്യത്തെയാണ് വെളിച്ചമെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വളരെ വ്യക്തമാണ്. അതാണ് ശരിക്കും പറഞ്ഞ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്ന ആ ഒരു കാര്യം, തൻ്റെ പ്രാർത്ഥനയിൽ താൻ എടുത്തു പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ സംബന്ധിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം അവിടെ പറയുന്നത് എങ്ങനെയാണ്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു എന്നാണ്. നിന്റെ വചനം സത്യമാണ്. ആ സത്യത്താലാണ് അവരെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വചനം എന്നുള്ളത് മറ്റുള്ളവർക്കിലേക്ക് പകർന്നു കൊടുക്കുന്നതായിരിക്കുന്ന വെളിച്ചമാണ്. മറ്റുള്ളവരെ വിശുദ്ധീകരിക്കാനായിട്ട്, മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് അഥവാ വെളിച്ചത്തിലേക്ക് നയിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ജീവന്റെ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വചനം നാം യഥാർത്ഥമായിട്ടുള്ള നിലയിൽ അത് പ്രസംഗിക്കണം എന്നുള്ളത് ഈ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുകയാണ്. എന്നാൽ അതിന് തൊട്ട് മുൻപുള്ളതായിരിക്കുന്ന വാക്യം, ഞാൻ ഈ പ്രസംഗശാസ്ത്രം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നതായിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെയാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ളതായിരിക്കുന്ന വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക എന്ന് പൗലോസ് പറയുന്നുണ്ട്. ചില ആളുകളുടെ പ്രസംഗം കൊണ്ട് എന്താണ് ഗുണം? പ്രസംഗിക്കാനായിട്ട് പലർക്കും പറ്റും. ഇവിടെ പറയുന്നത് ഈ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് ശരിയായ നിലയിൽ പ്രസംഗിക്കണം. ഇത് അങ്ങനെ അല്ലാതെ പ്രസംഗിക്കുന്നവരുമുണ്ട്. അതിനെക്കുറിച്ചാണ് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ആ ആളുകള് അങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷം എന്താ പറയുന്നത്? കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ വേറെ ഒന്നിനും കൊള്ളില്ലെന്നാ പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന പ്രസംഗം ശരിയായ നിലയിൽ ചെയ്താൽ അതുകൊണ്ട് കേൾക്കുന്ന ആളുകൾക്ക് വിശുദ്ധീകരണം ഉണ്ടാകും. അതുപോലെ തന്നെ അവരിലേക്ക് വെളിച്ചം പകരപ്പെടും. അവരിൽ പലതരത്തിലുള്ളതായിരിക്കുന്ന ഗുണങ്ങളുണ്ടാകും. എന്നാൽ അത് തെറ്റായ നിലയിൽ ചെയ്താൽ അത് വലിയ ദോഷവും ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കതിലേക്ക് വരാം. ഞാൻ 1-2 വാക്യങ്ങൾ പ്രധാനമായിട്ടും എടുത്ത് വായിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ടല്ലോ. 4-ാം അധ്യായത്തിൻ്റെ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം: വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതൊക്കെ വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഇപ്പോൾ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ തൽക്കാലത്തേക്ക് ആ വാക്യം മാത്രം വായിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നാലെ വരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. വചനം പ്രസംഗിക്കണം, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. പിന്നെ ആ വചനം പ്രസംഗിക്കുമ്പോൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഏത് മനോഭാവത്തോടുകൂടെ ചെയ്യണം, ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. സകല ദീർഘക്ഷമയോടും കൂടെ ചെയ്യണം, ഉപദേശത്തോടും കൂടെ, ശാസനയോടുകൂടെ ചെയ്യണം, തർജ്ജനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യുക എന്നുള്ള ആശയമാണ്. എൻകറേജ് എന്നുള്ളതായിരിക്കുന്ന വാക്കാണ് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത്. അഥവാ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുക, ഉയർത്തിക്കൊണ്ടുവരിക, ആ വ്യക്തിയെ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ഞാൻ ഒരു വാക്യം കൂടെ ഈ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ നോട്ടിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വാക്യങ്ങൾ വായിച്ചത് മറ്റൊന്നിനുമല്ല, നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ആശയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തി എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 2 തിമോത്തിയോസ് 2:2. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ച്. നീ മതി. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കാം. തിമോത്തിയോസിന് ചെയ്യേണ്ട വളരെ പ്രധാനമായ അഥവാ പരമപ്രധാനമായ ഒരു ജോലിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നീ എന്നോട് കേട്ടത്. ഞാനിത് ഈ വാക്യം എടുത്ത് വായിക്കാൻ കാരണം കുറഞ്ഞത് 4 തട്ടുകൾ ഇവിടെ കാണാൻ കഴിയും. 4 തരത്തിലുള്ളതായിരിക്കുന്ന ഒരു 4 തട്ട്. ആദ്യത്തേത് പൗലോസ് തിമോത്തിയോസിനെ പഠിപ്പിച്ചു. അപ്പോൾ 2-ാമത്തെയായി അല്ലേ? പൗലോസ് 1-ാമത്തെ തട്ടിൽ, 2-ാമത് തിമോത്തിയോസ് ഇനി എന്താ ചെയ്യണ്ടേ? അടുത്ത കാര്യം പറയുന്നത്, നീ വിശ്വസ്ത മനുഷ്യരെ ചില കാര്യങ്ങൾ ഭരമേൽപ്പിക്കണമെന്നാണ് പറയുന്നത്. നീ ഇത് ചില വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അവര് മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ആ വിശ്വസ്ത മനുഷ്യരെന്താ പോയി ചെയ്യേണ്ടത്? മറ്റുള്ളവരെ ഉപദേശിക്കണം. അപ്പം പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസ് അത് കുറച്ച് വിശ്വസ്ത മനുഷ്യരെ, മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ അത് ഭരമേൽപ്പിച്ചു. ആ വിശ്വസ്ത മനുഷ്യർ പോയി മറ്റുള്ളവരെ അത് ഉപദേശിച്ചു. അപ്പം നമ്മളുടെ കയ്യിലോട്ട് കിട്ടുന്നതായിരിക്കുന്ന ദൈവവചനം നമ്മൾ അവിടെ നിന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പം അത് എത്ര തലമുറകളിലേക്കാണ്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം, എത്ര ആളുകളിലേക്കാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നാം ഒന്ന് ഓർത്ത് നോക്കി. കേവലം ഒരു പ്രസംഗം എന്ന് പറഞ്ഞ് നമ്മളതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ട് നിങ്ങളത് പോയി മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുന്നു. ആ പറയുന്ന കാര്യം, ഈ പ്രസംഗത്തെക്കുറിച്ച്, പ്രസംഗശാസ്ത്രത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ആ കേട്ടതായിരിക്കുന്ന ദൈവവചനം നിങ്ങൾ മനസ്സിലാക്കി അത് ശരിയായ നിലയിൽ ഉൾക്കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. അത് പോയിട്ട് അവർ പോയി മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാനായിട്ട് സമയമില്ല. നമുക്ക് ഒത്തിരി ലോകത്തിലുള്ള അനേക പ്രശസ്തരായിരിക്കുന്ന പല സുവിശേഷകന്മാരെ നമുക്കറിയാം. D.L. മൂഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ബില്ലി ഗ്രഹാമിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നുള്ളതായിരിക്കുന്ന അനേക ദൈവദാസന്മാരെ, ഇന്ന് ദൈവവചനം പ്രസംഗിക്കുകയും ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അനേക ദൈവദാസന്മാരെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ എപ്പോഴെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരാണ് ഇവരോട് ഈ ദൈവവചനം പറഞ്ഞു കൊടുത്തതെന്ന്? സുവിശേഷം പ്രസംഗിച്ച കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേവലം വചനം പഠിപ്പിച്ചതായിരിക്കുന്ന ഒരു കാര്യമല്ല. പ്രസംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാത്തരം പ്രസംഗവും പെടും. സുവിശേഷ പ്രസംഗം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും. അതിങ്ങനെ കൺവെൻഷൻ പോലെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല കേട്ടോ. വചനം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഇതേപോലെയുള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എവിടെ വേണമെന്നുണ്ടെങ്കിലും നിന്നുകൊണ്ട് അത് ആ നിലയിൽ പറയാനായിട്ട് പറ്റും, മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും. സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ D.L. മൂഡി എന്ന് പറയുന്ന ദൈവദാസനോട് സുവിശേഷം പറഞ്ഞതായിരിക്കുന്ന ആ വ്യക്തി ആ സുവിശേഷം പറയാതെ ഈ D.L. മൂഡി അത് കേൾക്കില്ല. അപ്പം നമ്മൾ ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്തുള്ളത് കൊണ്ട് ഇപ്പോൾ ആ വ്യക്തി പറഞ്ഞില്ലെങ്കിൽ വേറൊരാൾ വന്ന് പറയുമെന്നൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുമായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത്, ഈ D.L. മൂഡി എന്ന ദൈവദാസനെ സുവിശേഷം അദ്ദേഹത്തോട് പ്രസംഗിച്ച് ആ വ്യക്തിയെ രക്ഷയിലേക്ക് നയിച്ചതായിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കാർക്കും അറിയില്ല. ഒരുപക്ഷെ ആ വ്യക്തി വളരെ സാധാരണക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം, നമുക്കാർക്കും അറിയില്ല. ബില്ലി ഗ്രഹാമിനോട് സുവിശേഷം പറഞ്ഞ് അദ്ദേഹത്തെ രക്ഷയിലേക്ക് നയിച്ചത് ആരാണെന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അങ്ങനെയൊക്കെ ആളാരാന്നൊക്കെ ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഒരുപക്ഷെ അതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആളെ ഒന്നും പേര് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പ്രദേശത്ത് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹവും ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞതായിരിക്കുന്ന ആളും ജീവിച്ചിരിപ്പില്ല.
ഞങ്ങളുടെ ദേശത്ത് വളരെ സമ്പന്നനും അതുപോലെ തന്നെ വളരെ പ്രസിദ്ധനും പ്രശസ്തനും ഒക്കെ ആയിട്ട് പിന്നീട് ദൈവ ശുശ്രൂഷയിൽ, ദൈവവേലയിൽ, കർത്താവിൻ്റെ വേലയിൽ ഒത്തിരി ഉപയോഗിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. ഉണ്ടെന്നല്ല, അദ്ദേഹം ഒരു വലിയ ജന്മിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ ഇപ്പോഴും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ, കൊച്ചുമക്കളൊക്കെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ദൈവത്തിന് വേണ്ടി പല നിലകളിലൊക്കെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ദേശത്തും വിദേശത്തുമൊക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു വ്യക്തി, അതായത് ഈ വളരെ സമ്പന്നനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സാമുദായിക പശ്ചാത്തലത്തിലുള്ളതായിരിക്കുന്ന ആളാണ്. ആ ദേശത്ത് വലിയൊരു ജന്മിയാണ്, എല്ലാവരും അറിയുന്ന ഒരാളാണ്. വളരെ പേര് കേട്ടതായിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ആ കുടുംബത്തിലുള്ളതായിരിക്കുന്ന ആളുമാണ്. അങ്ങനെ വളരെ പ്രശസ്തമായിരിക്കുന്ന നിലയിലുള്ള ഒരു കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ, വീട്ടിൽ, അന്നൊക്കെ ഇവിടെ എന്താ പറയാന്നുള്ളത് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ കയ്യാല പണിയാന്ന് പറയും. ഇങ്ങനെ ഇവിടെ അങ്ങനെയുള്ളൊരു പ്രയോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സാധാരണ കല്ലൊക്കെ വെച്ച് കെട്ടി മതിൽ പണിയുന്നതായിരിക്കുന്ന ഒരു കാര്യം. അങ്ങനെ കയ്യാല പണിയാനായിട്ട് വന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ ഒരാൾ. അദ്ദേഹം ഈ പണിതുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പണിയുടെ മേൽനോട്ടം, അല്ലെങ്കിൽ അദ്ദേഹം പണിയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ജന്മിയായ മനുഷ്യൻ വെറുതെ അവിടെ ചെന്നതാണ്. അങ്ങനെ ഇരുന്ന് സാധാരണ സംസാരിച്ച വേളയിൽ ഈ പണിയാൻ വന്ന വ്യക്തി ഈ ജന്മിയായ മനുഷ്യനോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് സുവിശേഷം പറഞ്ഞു. ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതാ. അല്ലെങ്കിൽ ഈ മനുഷ്യൻ പറയുന്നതായിരിക്കുന്ന കാര്യമൊന്നും സാധാരണഗതിയിൽ ആരും വകവയ്ക്കില്ല. എൻ്റെ വീട്ടിൽ പണിയാൻ വന്ന ഇങ്ങേര് പറയണത് ഞാൻ എന്തിനാ കേൾക്കുന്നത് എന്നുള്ള നിലയിൽ അതിനെ അവഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയുടെ ഹൃദയത്തോട് സംസാരിച്ചു. ഇദ്ദേഹം അവിടെ വെച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പശ്ചാത്തപിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു. നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ വിചാരിച്ചിട്ട് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ആ പ്രദേശത്ത് അനേകം ആളുകൾ, അദ്ദേഹം മുഖാന്തരവും അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറകളിലൊക്കെ ഉള്ളതായിരിക്കുന്ന ആളുകളൊക്കെ മുഖാന്തരം ഇന്ന് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് അനേക കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യമായിട്ടത് മാറി. എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കമെന്ന് ഓർത്തു പോയി. അതിനകത്ത് ഉണ്ടായ വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം പിന്നീട് അദ്ദേഹത്തെ പിന്നെ സ്നാനപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമമായി വലിയ കേമപ്പെട്ടതായിരിക്കുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ കുറേ പേര് കൂടെ നടത്തി. അങ്ങനെ ഇത്രയും വലിയൊരാളാണല്ലോ, വലിയ ജന്മിയാണ്, വലിയ കേമനായിട്ടുള്ള ആളെ സ്നാനപ്പെടുത്തണമെങ്കിൽ അതിന് പറ്റിയ ഒരാളെ വേണമല്ലോ. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, അല്ലേ? വലിയ സ്നാനപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കേമപ്പെട്ട ആളൊക്കെ വേണം എന്നൊക്കെ. കർത്താവ് പോലും ആരെയും സ്നാനപ്പെടുത്തിയില്ല. അതിൻ്റെ കാരണം ഇതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ, ഇനി കർത്താവ് സ്നാനപ്പെടുത്തിയതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആളുകൾ ആ പേരും പറഞ്ഞ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുവാട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പം ഇദ്ദേഹത്തെ ആ നിലയിൽ സ്നാനപ്പെടുത്താൻ വേണ്ടി വലിയ കേമപ്പെട്ട ആളുകളെയൊക്കെ അന്വേഷിക്കാനായിട്ട് തുടങ്ങിയപ്പം ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എന്നോട് സുവിശേഷം പറഞ്ഞതായിരിക്കുന്ന ആ ആൾ എന്നെ സ്നാനപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു വലിയ കാഴ്ചപ്പാടാണ്, ഒരു വലിയ ദർശനമാണ്. ആ കാഴ്ചപ്പാടൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു എന്നോട് സുവിശേഷം പറഞ്ഞ ആ വ്യക്തി എന്നെ സ്നാനപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ളതായിരിക്കുന്ന കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഈ ഒരു നിസ്സാരമായിട്ടുള്ള വ്യക്തി പറഞ്ഞതായിരിക്കുന്ന ഒരു വചനം എത്ര വലിയ മാറ്റത്തിന് കാരണമായി എന്നൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ പ്രസംഗിക്കുന്നതായിരിക്കുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഒരു ചെറിയ സന്ദേശം, അതിനെ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. നമ്മളൊരാളോട് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ വാക്കല്ല, നമ്മുടെ വാക്കുകളായതുകൊണ്ടല്ല. നമ്മൾ പ്രസംഗിക്കുന്നത് ആരുടെ വചനമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന ഈ പുസ്തകം, നമ്മൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഞാൻ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു
ഇപ്പോഴത്തെ ബൈബിളല്ല, നേരത്തെ എൻ്റെ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൈബിള്. ആ ബൈബിള് നഷ്ടപ്പെട്ടത് എനിക്ക് വലിയ സങ്കടമായി. കാരണം ഞാൻ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ സുവിശേഷം പറയാനായിട്ട് പോയപ്പോൾ കുറേ RSSകാരൊക്കെ കൂടി വന്ന് ഞങ്ങളെ രണ്ടുപേരെ മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് കയ്യിലുണ്ടായിരുന്ന പുസ്തകവും ബൈബിളും ട്രാക്റ്റും എല്ലാം വലിച്ചു കീറി കളഞ്ഞ എൻ്റെ കൂട്ടത്തിൽ ആ ബൈബിളും പോയി. ഞാൻ ഒത്തിരി നോട്ടുകളൊക്കെ എഴുതി വെച്ചിരുന്ന ഒരു ബൈബിളാണ്. എനിക്ക് ഏറ്റവും വലിയ അടി കിട്ടിയാലല്ലായിരുന്നു സങ്കടം, ഏറ്റവും വലിയ സങ്കടം ആ ബൈബിള് പോയാലായിരുന്നു. ആ ബൈബിളിൻ്റെ മേളിൽ അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഹൈലി എക്സ്പ്ലോസീവ് ഹാൻഡിൽ വിത്ത് കെയർ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ടാങ്കർ ലോറിക്കകത്തൊക്കെ ഹൈലി ഇൻഫ്ലെയിമബിൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. ഹൈലി എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഹൈലി എക്സ്പ്ലോസീവ് ഹാൻഡിൽ വിത്ത് കെയർ, അതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് എൻ്റെ ബൈബിളിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ ബൈബിളിൻ്റെ പുറത്ത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വേദപുസ്തകം എന്ന് പറയുന്നത്, ഇതിനകത്തുള്ളതായിരിക്കുന്ന വചനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള സാധനമൊന്നുമല്ല. ഇതൊക്കെ എത്ര കല്ലായിട്ടുള്ള ഹൃദയത്തെയും രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിവുള്ളതാണ്, അതിനെ മാംസളമാക്കാനായിട്ട് കഴിവുള്ളതാണ്. അതുകൊണ്ട് നമ്മളിത് എടുത്ത് കൈകാര്യം ചെയ്യുമ്പം വളരെ ശ്രദ്ധയോടുകൂടെ വേണം ചെയ്യാനായിട്ട്. നിസ്സാരമായിട്ട് എനിക്ക് പോയിട്ടങ്ങ് ഈ യുവജനോത്സവത്തിനും അതുപോലെ തന്നെ സ്കൂളിലും അതുപോലെ കോളേജിലും ഒക്കെ പ്രസംഗ മത്സരം വയ്ക്കുമ്പോൾ പോയിട്ട് പ്രസംഗിക്കുന്നത് പോലെ കുറേ എല്ലാവരുടെയും മുമ്പിൽ ഒരു പ്രകടനം നടത്താനായിട്ടുള്ള നിലയിലല്ല നാം ഇതിനെ കാണേണ്ടത്. അത് വളരെ ഗൗരവത്തോടു കൂടെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം. എനിക്ക് പലപ്പോഴും അനുഭവമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം പലരോടും പറഞ്ഞപ്പോൾ സംഭവിച്ചതായിരിക്കുന്ന മാറ്റമെന്ന് പറയുന്നത്. ഞാനിതിനു മുമ്പ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കലൊരു സുവിശേഷം പറയാനായിട്ടൊരു വീട്ടിൽ ചെന്നിരുന്നപ്പോൾ അവിടെ ഒരു മനുഷ്യനിരിക്കുക, നല്ല ആരോഗ്യമൊക്കെ ഉള്ള നല്ല ആജാനുബാഹുവായിട്ടുള്ളൊരു മനുഷ്യനാണ്, കണ്ട നല്ല ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ഈ ദൈവവചനം സംസാരിച്ച് തുടങ്ങിയ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണുനീരിൽ കൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകാനായിട്ട് തുടങ്ങുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതായിരിക്കുന്ന കാര്യം, കർത്താവ് പാപികളെ രക്ഷിക്കുന്നവനാണ്, പാപികളെ സ്നേഹിക്കുന്നവനാണ്, കർത്താവ് പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പാപക്ഷമ നൽകുന്നവനാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഇരുന്ന് കരയാനായിട്ട് തുടങ്ങിയത്. അപ്പം ഞാൻ ആദ്യം എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് എന്തോ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വൈകാരികമായിട്ടുള്ള നിലയിൽ അതിനോട് പ്രതികരിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഇദ്ദേഹം എന്നോട് ചോദിച്ചു, കർത്താവ് ഏത് പാപത്തെയും ക്ഷമിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏത് പാപത്തെയും ക്ഷമിക്കും, ഏത് വലിയ പാപത്തെയും ക്ഷമിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അദ്ദേഹം അവിടെ ഇരുന്ന് കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചു. കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നതിന് മുൻപ് അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവ് ഏത് പാപത്തെയും ക്ഷമിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് പാപത്തെയും ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയി ശിക്ഷ കഴിഞ്ഞ് വന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ അത്രയും നേരം വളരെ ശാന്തമായിട്ട് വളരെ എന്താ പറയുന്നത്, വലിയ പേടിയോ ഭയമൊന്നും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ടതോടുകൂടി ആകപ്പാടെ നിങ്ങൾ ഒന്ന് മാനുഷികമായിട്ടുള്ള നിലയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അത്രയും നേരം എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ഇദ്ദേഹത്തോട് വളരെ സമാധാനപരമായിട്ട് ശാന്തമായിട്ടിരുന്ന് പറഞ്ഞു. അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനൊരാളെ ഒന്നിച്ച് ജയിലിൽ പോയതാണ് എന്നിട്ട് തിരിച്ചു വന്നതാന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു ഷോക്ക് ഉണ്ടാവുമല്ലോ. എങ്കിലും ഞാൻ വളരെ സമചിത്തതയോടുകൂടി അവിടെ ഇരുന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു. ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, ഒരു പക്ഷേ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് മുൻപാണ് ഇദ്ദേഹം ഒരു കൊലപാതകം ചെയ്ത ആളാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, സാധാരണ ഞാനങ്ങനെ ഒരു സാധാരണ ചിന്ത പറയുക, ഇദ്ദേഹത്തോട് സുവിശേഷം പറയാനായിട്ട് പോകുന്നതിന് മുൻപ് ഞാൻ അറിയുകയാണ് ഇദ്ദേഹം ഒരാളെ കൊന്നേച്ച് വന്ന ആളാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇദ്ദേഹത്തോടൊന്നും പറയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ വ്യത്യാസം? ഒരുപക്ഷെ ഞാൻ ഇദ്ദേഹം ഒരു മനുഷ്യനെ കൊന്നേച്ച് വന്ന ഇങ്ങേരാണോ ഇനി, നമുക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന കുറേ ചിന്തകളുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തിയെ നാം ഒരിക്കലും കുറച്ച് കാണരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനമാണ് പ്രവർത്തിക്കുന്നത്, നമ്മളാരുമല്ല. ദൈവവചനം അത് കൈകാര്യം ചെയ്യേണ്ടതുപോലെ അതിനെ ശരിയായിട്ടുള്ള ഗൗരവത്തോടുകൂടെ വളരെ വളരെ
അതിൻ്റെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ ഗൗരവത്തോടുകൂടെ അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അല്ലാതെ നമ്മുടെ പ്രസംഗ കസർത്തോ അല്ലെങ്കിൽ നമ്മുടെ വാക്ചാതുര്യമോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും നമ്മൾ എന്തുമാത്രം താല്പര്യത്തോടുകൂടെ നാം ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെയും എന്തുദ്ദേശത്തോടുകൂടെ ചെയ്യുന്നു എന്നുള്ളതൊക്കെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം അത് ഗൗരവത്തോടുകൂടെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നതായിരിക്കുന്ന കാര്യം. ഓക്കെ, നമുക്ക് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രസംഗശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് 4:30 നിർത്തണമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ഈ പ്രസംഗശാസ്ത്രം എന്ന് പറയുന്ന ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സാങ്കേതികമെന്ന് പറയുമ്പോൾ തിയറിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ ശബ്ദത്തിലും അതുപോലെ തന്നെ നമ്മുടെ വിഷയത്തിലും അവതരണത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ഒരു ചുരുക്കമായിട്ട് പറഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാതെ മറ്റുള്ള ഏതെങ്കിലും നിലയിൽ ഇപ്പോൾ ഇത് കഴിയുമ്പം നിങ്ങൾ ഉടനെ തന്നെ ഏറ്റവും വലിയ പ്രസംഗകരാകും എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് ഇതിനെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി അത് പതുക്കെ പതുക്കെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഏവർക്കും നല്ല നിലയിൽ പ്രസംഗിക്കുന്ന ആ ഒരു നിലയിലേക്ക് ആയിത്തീരാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആശയം. അതിനകത്തൊട്ടും ഒരു ഇത് വിചാരിക്കേണ്ടതില്ല. പ്രത്യേകാൽ അത് ശ്രദ്ധിക്കാനായിട്ട് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഈ ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്ന ആളുകളിൽ എല്ലാവരും ഒന്നും ഈ പറയുന്ന പോലെ വചന ശുശ്രൂഷയോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ചെയ്യുന്നവരായിരിക്കില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നിലയിലല്ലെന്നുണ്ടെങ്കിൽ വേറൊരു നിലയിൽ നമ്മളെല്ലാവരും ഈ ദൈവവചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതായിരിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് നാം ഇതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതും നാം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഓർത്തിരിക്കാനായിട്ട് ആവശ്യമുള്ളതായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നാം പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അത് മാത്രമല്ല, നേരത്തെ ഓർപ്പിച്ച ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ പ്രസംഗിക്കുന്നത് മാത്രമല്ല, പ്രസംഗം കേൾക്കുന്ന സമയത്താണെങ്കിൽ പോലും പ്രസംഗത്തിന് മാർക്കിടാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിലും ഒരു പ്രസംഗം നല്ല നിലയിലുള്ള ഒരു പ്രസംഗമാണോ ഇല്ലയോ എന്നുള്ളത് ശരിയായ നിലയിൽ വിലയിരുത്താനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം കൂടെ ആയിരിക്കും ഈ പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പഠനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിന്ന് ഇതിനകത്തൊരു 9-10 പാഠങ്ങളായിട്ടാണ് നമ്മുടെ ഈ 4 ദിവസത്തെ ക്ലാസ് ക്രമീകരിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 10 പാഠങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരേ ലെങ്ത്തുള്ള ഒരേ നിലയിലുള്ള പാഠങ്ങളല്ല. ചിലത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകേണ്ടതാണ്. അതുകൊണ്ട് ആദ്യത്തെ ചില പാഠങ്ങൾ ഇന്ന് തന്നെ അത് പറഞ്ഞ് അതിൻ്റെ പ്രാരംഭമായിരിക്കുന്ന ചില വശങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളതായിരിക്കുന്ന ചിന്ത. പ്രസംഗം എങ്ങനെയൊക്കെ ഉള്ളതാണ്, ഏതെല്ലാം തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട് എന്നുള്ളത് നാളത്തെ ക്ലാസ്സിലാണ് അതിൻ്റെ വ്യത്യസ്ത നിലയിൽ തയ്യാറാക്കപ്പെടുന്നതായിരിക്കുന്ന പ്രസംഗങ്ങളെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പിന്നീടുള്ളതായിരിക്കുന്ന അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ അതിനോടുള്ള ബന്ധത്തിൽ കുറേ കാര്യങ്ങൾ പ്രസംഗത്തിൻ്റെ അഥവാ അത് പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില വിഷയങ്ങളെക്കുറിച്ചും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടുത്തെ അധ്യാപകരോട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചില്ല. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു വിഷയം പഠിപ്പിച്ചു കഴിയുമ്പം അതിനകത്തുനിന്നൊരു പരീക്ഷ ഇടാറുണ്ട് അല്ലേ? ഈ വിഷയത്തിനുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ പരീക്ഷ എങ്ങനെ ഇടുമെന്നുള്ളതാണ്. സാധാരണ ഞങ്ങൾ കോളേജിൽ ഹോമിലറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ അതിന് തിയറിറ്റിക്കൽ എക്സാം ഉണ്ട്. തിയറി എക്സാം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടുള്ള നിലയിലുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഗ്രേഡിങ് നടത്തുന്നത് അവർക്ക് ഓരോരുത്തർക്കും പ്രസംഗിക്കാനായിട്ട് സമയം കൊടുക്കും.
2-3 തരത്തിലുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ പ്രസംഗം 2-3 തയ്യാറാക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടും. എന്നിട്ട് അത് പ്രസംഗിക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ആ പഠിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ അവരെ എങ്ങനെ ശരിയായ നിലയിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിന് ഗ്രേഡ് കൊടുക്കാറുള്ളത്. ഇവിടെ അതിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്കൊന്ന് അന്വേഷിക്കണം. കാരണം നീണ്ട പ്രസംഗത്തിന് നടത്താനല്ല, ഇപ്പം ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ 5 മിനിറ്റ് നേരത്തെ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രത്യേകം കോഴ്സിന് വേണ്ടിയിട്ട് പോയപ്പം ഒരു വിഷയം തന്നിട്ട് 5 മിനിറ്റും കൊണ്ട് അത് അവതരിപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഈ പറയുന്നതായിരിക്കുന്ന തത്വങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഈ 5 മിനിറ്റ് നേരത്തെ പ്രസംഗം ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രസംഗം ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വേണമെന്നാണ്. 5 മിനിറ്റും കൊണ്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. അതല്ലെങ്കിൽ എന്താ വേണ്ടതെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. എന്താണ് പ്രസംഗം എന്നുള്ളത്? ഞാൻ ഇവിടെ 10 പാഠങ്ങൾ ഞാൻ തയ്യാറാക്കിക്കുന്നതിൽ ഏകദേശം ഒരു 5 പാഠങ്ങളിലെങ്കിലും ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പറയണം എന്നാണ്. കാരണം അതിൻ്റെ അടുത്തുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് വിശദമായിട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു പ്രസംഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പം എന്താണ് പ്രസംഗം? കേവലം സാധാരണ പ്രസംഗത്തെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. വേദപുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് പ്രസംഗിക്കുന്ന വേദപുസ്തക പ്രസംഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമ്മൾ അതിനെ ഒന്ന് നിർവചിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതായത് വേദപുസ്തകത്തെ ആധാരമാക്കി ഒരു തീരുമാനമെടുക്കാനായിട്ട് ശ്രോതാവിനെ പ്രേരിപ്പിക്കുന്ന നിലയിലേക്ക് ആശയവിനിമയം നടത്തുന്നതിനെയാണ് നമ്മൾ ഈ വേദപുസ്തക പ്രസംഗം നടത്തുക എന്ന് പറയുന്നത്. ഞാൻ വാചകങ്ങൾ എങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ വിഷയമാക്കേണ്ടതില്ല. വേദപുസ്തകത്തെ ആധാരമാക്കി ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്ന നിലയിൽ, ഞാനത് എന്തുകൊണ്ടാണ് എടുത്തു പറഞ്ഞതെന്നറിയാമോ? വേദപുസ്തകത്തെ ആധാരമാക്കി ആശയവിനിമയം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശ്രോതാവിൽ ചലനമുണ്ടാക്കണം. ആ വ്യക്തിയുടെ ഹൃദയത്തോട് സംസാരിക്കണം. ആ വ്യക്തി ഒരു തീരുമാനത്തിലേക്ക് വരണം. ഈ പ്രസംഗം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്നു എന്ന ആ ഒരു സ്റ്റെപ്പിലേക്ക് വരുത്താൻ വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ എൻ്റെ വാചക കസർത്ത് അവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കുറേ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ കുറേ വിവരങ്ങൾ, കുറേ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലല്ല. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ ശ്രോതാക്കളായിരിക്കുന്ന ആളുകൾക്ക് അത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തിനെ ആധാരമാക്കിയാണ് പ്രസംഗിക്കുന്നത്? വേദപുസ്തകത്തെ ആധാരമാക്കിയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ വേറെ ഏതെങ്കിലും പുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ടോ ചരിത്ര ഗ്രന്ഥത്തെ ആധാരമാക്കിക്കൊണ്ടോ ഇതൊക്കെ പ്രസംഗിക്കാം. ചരിത്ര ഗ്രന്ഥത്തെ സഹായകരമായിട്ടുള്ള നിലയിൽ ഉപയോഗിക്കാം. പക്ഷേ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, ആധാരം എന്ന് പറയുന്നത് ഈ തിരുവെഴുത്താണ്. ഈ തിരുവെഴുത്തിനെ ആധാരമാക്കിക്കൊണ്ട് മറ്റൊരു വ്യക്തിയെ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്ന നിലയിൽ ആശയവിനിമയം ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രസംഗം എന്നുള്ളത് കൊണ്ട്, വേദപുസ്തക പ്രസംഗം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ശ്രോതാവിനെ ഞാനൊരു തീരുമാനത്തിലേക്ക് നയിക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കണം എന്നുണ്ടെങ്കിൽ, അഥവാ ഈ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രസംഗത്തിന് ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഒരു പ്രസംഗത്തിന് ആവശ്യമായിട്ടുള്ളത്? അതിൽ ഒന്നാമത്തേത് പ്രസംഗകനാണ്. പ്രസംഗകനില്ലാതെ നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കുമെന്നാണ്. പ്രസംഗകനില്ലാതെ നടക്കില്ല. അപ്പോൾ ഒന്നാമത് ഒരു പ്രസംഗകൻ, അതും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ അവിടെ ആവശ്യമുണ്ട്. അത് കേവലം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രസംഗത്തെ ഗൗരവത്തോടുകൂടെ കണ്ട് ദൈവവചനമാണ് പ്രസംഗിക്കുന്നത്, ഈ ലക്ഷ്യമാണ് അതിൻ്റെ പിറകിലുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ പ്രസംഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കുന്ന ആളുകളാണ്. ഞാനതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ. ഈ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് ആശയവിനിമയം ചെയ്യാനായിട്ട് ആർക്കും സാധിക്കും. അതാർക്കും സാധിക്കേണ്ടതാണ്. സഹോദരന്മാരാണെങ്കിലും ശരി, സഹോദരിമാരാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും അത് ചെയ്യാനായിട്ട് സാധിക്കേണ്ടതാണ്. എന്നാൽ
ദൈവവചനത്തെ ആധികാരികമായിട്ടുള്ള നിലയിൽ അഥവാ ആധികാരികമായിട്ടുള്ള നിലയിൽ സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ദൈവസഭയിലൊക്കെ. എനിക്കറിയാം ഇവിടെ പല സഭാ പശ്ചാത്തലത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകളുണ്ട്. അത് ഏത് സഭയിൽ നിന്നുള്ളതായിരിക്കുന്ന ആളുകളും ആയിക്കോട്ടെ. ഒരു സഭയിൽ, ഞാൻ പറയുന്ന ഒരു സഭയുടെ ഒരു പ്രധാനപ്പെട്ട എല്ലാവരും കൂടി വന്നതായിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ ആരെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും പറയുന്ന രീതി ചില സ്ഥലങ്ങളിലുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, ആരെങ്കിലും എഴുന്നേറ്റ് എന്തു പറയാ, എന്തെങ്കിലും പറയുന്ന ഒരു രീതി ചില സ്ഥലങ്ങളിലുണ്ട്. അങ്ങനല്ല വേണ്ടത്, അങ്ങനെ ചെയ്യരുത്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇതിനെ പുൽപ്പിറ്റെന്നോ അല്ലെങ്കിൽ പ്രസംഗപീഠം എന്നൊക്കെ പറയും, അല്ലേ? ഈ പ്രസംഗപീഠത്തിൽ നിന്ന് സംസാരിക്കേണ്ടത്, പ്രസംഗിക്കുന്ന കാര്യമായിട്ടോ ഞാൻ പറയുന്നത്, ദൈവവചനം ആധികാരികമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഒരു ധ്യാനചിന്ത പറയുന്ന കാര്യമല്ല. ഒരു ധ്യാനചിന്ത പറയാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അതിനകത്തും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ഞാൻ പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള നിലയിൽ ദൈവവചനത്തിൻ്റെ ഉപദേശം ആധികാരികമായിട്ടുള്ള നിലയിൽ നിന്ന് പ്രസംഗിക്കുന്നതായിരിക്കുന്ന ഈ പ്രസംഗപീഠത്തെ നാം അല്ലെങ്കിൽ പരിഹാസികൾക്കും അതുപോലെ തന്നെ ദൈവവചനത്തെ തീർത്തും ലാഘവത്തോടു കൂടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ലെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ദൈവവചനം യോഗ്യമായിട്ടുള്ള നിലയിൽ അതിനെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അറിയുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ടുള്ളൂ. പ്രത്യേകിച്ച് സഭയിലുള്ള വചന ശുശ്രൂഷകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിത് പറയുന്നത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ പറയുന്നത്, സഭയിലുള്ളതായിരിക്കുന്ന വചന ശുശ്രൂഷകൾ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ആരും ചിന്തിക്കരുത്. അതിനുവേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗൗരവത്തോടുകൂടെ ചെയ്യും. അതിൻ്റെ യഥാർത്ഥമായ ഉത്തരവാദിത്വം ദൈവസഭയുടെ അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന ചുമതലപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്കുണ്ട്, അത് ഏൽപ്പിക്കുന്നതായിരിക്കുന്ന ആളുകൾക്കുണ്ട്. ആരെ ഏൽപ്പിക്കണം എന്നുള്ളത് വളരെ പ്രാർത്ഥനയോടുകൂടെ വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് ഏൽപ്പിക്കാനായിട്ട് പാടുള്ളൂ. ആരെങ്കിലും ഏൽപ്പിക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു പ്രസംഗകൻ ആവശ്യമാണ്. അപ്പോൾ തന്നെ ആ പ്രസംഗകൻ വളരെ ഗൗരവത്തോടുകൂടെ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് ആവശ്യമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് അവിടെ വേണ്ടതായിരിക്കുന്ന കാര്യം, ഒന്ന് ദ മാൻ, അതാണ് റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 14, റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു പ്രസംഗകൻ ഒരു നല്ല പ്രസംഗത്തിന് ആവശ്യമാണ്. രണ്ട്, ദ മെസ്സേജ്, ഒരു സന്ദേശം ആവശ്യമാണ്. പ്രസംഗിക്കാനായിട്ട് ഒരു സന്ദേശം വേണം. എന്താണ് ഈ ദൈവ മനുഷ്യന്, ഈ പ്രസംഗിക്കാനായിട്ടുള്ള മനുഷ്യന് പറയാനുള്ളത്? ആ വ്യക്തിക്ക് ഈ സദസ്സിനോടുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? ആ സദസ്സിനെ എല്ലാ നിലയിലും ഒന്ന് എൻ്റർടൈൻ ചെയ്യുക, സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക. ഇതൊക്കെയാണോ ഒരു പ്രസംഗകന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ ആ പ്രസംഗകന്റെ സന്ദേശം കൊണ്ട് ലക്ഷ്യമാകേണ്ടത്? അല്ല. ഒരു പ്രസംഗകൻ ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എവിടെ നിന്നുകൊണ്ടാണെങ്കിലും സംസാരിക്കുമ്പോൾ ആ പ്രസംഗകൻ ലക്ഷ്യമാക്കേണ്ടത് എങ്ങനെയെങ്കിലും എനിക്ക് ഈ ശ്രോതാക്കളെ എനിക്ക് കയ്യിലെടുക്കണം എന്നുള്ളതല്ല. അവരുടെ ശ്രദ്ധ ആകർഷിക്കണം എന്നുള്ളത് നല്ലൊരു ലക്ഷ്യമാണ്. ഞാൻ പറയുന്നതായിരിക്കുന്ന കാര്യം, അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ വാചകങ്ങൾ കൊണ്ട്, ഞാൻ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈ ആളുകളെ ഒന്ന് കയ്യിലെടുക്കണം എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് സന്തോഷിപ്പിച്ച് അവരെ എല്ലാം ആ നിലയിൽ ആനന്ദിപ്പിച്ച് നിർത്തണം എന്നുള്ളതല്ല ഒരു പ്രസംഗകന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവം എന്ത് സന്ദേശമാണോ തൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ചിട്ടുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ താൻ ഇരുന്ന് പഠിച്ച് അഥവാ ധ്യാനിച്ച് താൻ പഠിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവാത്മാവിൻ്റെ തന്നെ സഹായത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, വളരെ ഭയത്തോടും വിറയലോടും കൂടെ ഈ ജനത്തിന് മുമ്പാകെ അത് അവതരിപ്പിക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിനകത്ത് ചെയ്യേണ്ടത്. പ്രസംഗകന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് പിന്നാലെ പറയാം. പക്ഷേ ഈ സന്ദേശം എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിച്ചതായിരിക്കുന്ന സന്ദേശം ആണ് അവരോട് പറയേണ്ടത്. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ സന്ദേശമല്ല. എൻ്റെ സ്വയമായിട്ടുള്ള നിലയിലുള്ള ആശയങ്ങൾ പറയുക എന്നുള്ളതല്ല പ്രസംഗത്തിൽ വേണ്ടത്. ദൈവം എങ്ങനെയാണോ പറഞ്ഞത്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഞാൻ പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സാധാരണഗതിയിൽ ആളുകളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. പഴയ നിയമത്തിൽ
2-3 ശുശ്രൂഷയുണ്ട്. അതിൽ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, അഥവാ ദൈവവുമായിട്ട് സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുക, ദൈവം സംസാരിക്കുക തുടങ്ങിയ ശുശ്രൂഷകളുമായിട്ട് 2 ശുശ്രൂഷകളുണ്ട്. ഒന്ന് പുരോഹിതൻ്റെ ശുശ്രൂഷയും ഒന്ന് പ്രവാചകൻ്റെ ശുശ്രൂഷയായിരുന്നു. പുരോഹിതൻ്റെ ശുശ്രൂഷ ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിന്ന് ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു, അഥവാ ദൈവം മുമ്പാകെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതായിരുന്നു ആരുടെ ജോലി? പുരോഹിതൻ്റെ ജോലി. ജനത്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുക, അതാണ് പുരോഹിതൻ്റെ ജോലി. പ്രവാചകന്റെ ജോലിയോ നേരെ തിരിച്ചാണ്. ദൈവത്തിനു വേണ്ടി ജനത്തിൻ്റെ മുൻപാകെ നിൽക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ജോലി. ഇതിലേത് ജോലി ചെയ്യാനായിരുന്നു എളുപ്പം? അതെന്തുകൊണ്ടത്? പുരോഹിതനാണ് എനിക്ക് കിട്ടിയ ഉത്തരം. അതെന്തുകൊണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുന്ന ആ വ്യക്തിയാണ് പുരോഹിതൻ. ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജനത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നവനാണ് പ്രവാചകൻ. ഇതിലേത് ചെയ്യാനാണ് എളുപ്പം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പുരോഹിതൻ. കാരണം പുരോഹിതൻ ദൈവം മുമ്പാകെ നിൽക്കുന്നവനാണ്, പ്രവാചകൻ ജനത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നവനാണ്. ഇപ്പം ഏതാ എളുപ്പം? പുരോഹിതൻ്റെ ജോലി ചെയ്യാനാണ് എളുപ്പം. മറ്റേതെന്താ പ്രശ്നം? അത് മാത്രമല്ല, ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിച്ചിട്ട് വേണം. ശരിയാണ്, ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന അരുളപ്പാട് അത് ചോദിച്ച് അത് ജനത്തിൻ്റെ മുമ്പാകെ കൊടുക്കണം എന്നുള്ളത് പ്രവാചകന്റെ ജോലിയാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ അരുളപ്പാട്, അതായത് ജനത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാനായിട്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ജനത്തിൻ്റെ കാര്യം ദൈവത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിന് പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവത്തിൻ്റെ കാര്യം ജനത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പേടിക്കണം. ഒരു കാര്യം നേരെ ചൊവ്വെന്ന് ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? എത്രയോ പ്രവാചകന്മാരെ ജനം കൊന്നിട്ടുണ്ടെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ സന്ദേശം അവരോട് അറിയിക്കാനായിട്ട് ചെന്ന പ്രവാചകന്മാരെ അവര് ഒത്തിരി നിലയിൽ ഉപദ്രവിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് അത് പഴയകാല പ്രവാചകന്മാരുടെ കാര്യം മാത്രമല്ല, ഇന്നത്തെ പ്രസംഗകരുടെയും പ്രശ്നം അത് തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രസംഗകർ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സന്ദേശം ശരിയായ നിലയിൽ ആളുകളോട് പറയാനായിട്ട് പലപ്പോഴും വിമുഖത കാണിക്കുന്നു. എന്താ കാരണം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വലിയ കുറെ കൂടെ കറക്റ്റായിട്ടുള്ള വേർഡാണ്, പിന്നെ ഇവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പലപ്പോഴും ജനത്തെ സുഖിപ്പിക്കുക എന്നുള്ളൊരു രീതി പലപ്പോഴും ഉണ്ട്. നമ്മൾ പിന്നീട് ഒരു കാര്യത്തിലേക്ക് വരും. പക്ഷേ എങ്കിലും ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് പല പ്രസംഗകരും കോമാളികളായിട്ട് മാറുന്ന ഒരു രംഗമാണ്. ആളുകളെ ചിരിപ്പിക്കുക, അവരെ ഒന്ന്, ഞാൻ ഇങ്ങനെ ഈ വാക്ക് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകരുത്, ഇക്കിളിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ചില രീതികളാണ് ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത്. അത് അല്ല അതിൻ്റെ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നാം ഓർക്കണം. ഓക്കെ, അപ്പോൾ 1 ദ മാൻ, അതായത് പ്രസംഗകൻ വേണം. 2 ദ മെസ്സേജ് അഥവാ സന്ദേശം, അത് ആവശ്യമാണ്. അത് റോമാലേഖനം 10:15 നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണ്. ആ സന്ദേശത്തെക്കുറിച്ച് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. 3-ാമത്തേത് ദ മെത്തേഡ്, അഥവാ പ്രസംഗത്തിനൊരു രീതിയുണ്ട്. പ്രസംഗത്തിനൊരു രീതിയുണ്ട്. അത് ആ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം ആ കൊടുക്കുന്നതിന് അതിൻ്റേതായിരിക്കുന്ന ഒരു മെത്തേഡുണ്ട്, ഒരു രീതിയുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇത് നമുക്കറിയാവുന്നൊരു വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി എന്നാണ്. ഫിലിപ്പോസ് എങ്ങനെയെങ്കിലും, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 35-ാമത്തെ വാക്യമാണ്. ഫിലിപ്പോസ് ഈ വചനത്തെ അഥവാ ഈ തിരുവെഴുത്ത് ആധാരമാക്കി, ഏത് തിരുവെഴുത്ത് ആധാരമാക്കി? അതിന് മുൻപുള്ളതായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. 32-ാം, അതായത് 8-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്നത് യെശയ്യാപ്രവചനമാണ്. യെശയ്യാപ്രവചനത്തിലുള്ളതായിരിക്കുന്ന ഒരു വാക്യം, അറുക്കുവാനുള്ളതായിരിക്കുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്നത് പറഞ്ഞാൽ ആ ഭാഗമാണ് അവൻ വായിക്കുന്നത്. അപ്പോൾ ഇതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഫിലിപ്പോസ് മനസ്സിലാക്കിയപ്പം ആ ഫിലിപ്പോസ് ആ വാക്യത്തെ അടിസ്ഥാനമാക്കി, ആ തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്,
ആ തിരുവെഴുത്തെന്ന് ഉദ്ദേശിച്ചത് മൊത്തം തിരുവെഴുത്തല്ല, ആ വായിച്ചതായിരിക്കുന്ന ആ തിരുവെഴുത്തിനെ ആധാരമാക്കിക്കൊണ്ട് ഈ ഷണ്ണനോട് സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞതായിരിക്കുന്ന ആ വാചകം, ആ വാക്യം, അതിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി അത് ഈ വ്യക്തിയുടെ ഇന്നത്തെ ആവശ്യവുമായിട്ട് ചേർത്ത് ബന്ധിപ്പിച്ചാണ് ഈ ഫിലിപ്പോസ് ഈ പ്രസംഗം നടത്തിയത്. അല്ലാതെ അവിടെ ചെന്ന് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കില്ലായിരുന്നു. ആ സാഹചര്യം അത് ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു വാക്യമാണ് അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ആധാരമാക്കി തന്നെ അവനോട് പ്രസംഗിച്ചു. അപ്പോൾ ഒന്ന് നോക്കുക, ഈ പ്രസംഗം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഫലകരമായിട്ടുള്ള നിലയിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് സത്യത്തെ ആധാരമാക്കിക്കൊണ്ട് വേണം. മാത്രമല്ല അതിന് പുറകിൽ ചില പ്രേരണ അതിനകത്ത് ആവശ്യമാണ്. ആ പ്രേരണയെക്കുറിച്ച് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ ഷണ്ണനെ നയിക്കുന്ന നിലയിലാണ് ഫിലിപ്പോസ് അവനോട് പ്രസംഗിച്ചത്. ആ കാര്യം അവന് പറഞ്ഞു കൊടുത്തപ്പം അവൻ ആ കാര്യം മനസ്സിലായി. പല കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ, ഷണ്ണന്മാരെ കുറിച്ച് അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശനമുണ്ടെന്നും അഥവാ അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യതയുണ്ട്, അക്സെപ്റ്റൻസ് അതുണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് അരുളപ്പാട് കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പ്രവചനം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അത് 56-ാമത്തെ അധ്യായമാണോ 66 എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 56 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, 56-ാം അധ്യായം. നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ അത്, പക്ഷെ ഞാനതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തുമെന്ന് പറയരുത്. ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. എൻ്റെ ശബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായ ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. ഇങ്ങനെ താഴോട്ട് അവരെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായവരാണ് എന്ന് അവരുടെ ഹൃദയത്തിന് ആശ്വാസം തോന്നുന്നതായിരിക്കുന്ന വാചകമാണ് ഈ 56-ാമത്തെ അധ്യായത്തിലുള്ളത്. അതിൽ ഷണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഒരുപക്ഷെ പുരുഷന്മാരുടെ രൂപത്തിൽ ജനിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് ഏതെങ്കിലും നിലയിലുള്ള ലൈംഗിക ശേഷി ഇല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു നിർവചനം ആ നിലയിൽ പറയാനായിട്ട് എനിക്ക് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള നിലയിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഈ ബയോളജിക്കലായിട്ടുള്ള ഒരു നിർവചനത്തെക്കാൾ കൂടുതൽ പൊതുവായിട്ടുള്ള നിലയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ആ നിലയിലുള്ള ഒരു ലൈംഗികമായിട്ടുള്ള നിലയിലുള്ള ഒരു തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ കാണുന്നതായിരിക്കുന്ന ആൾക്കാരെ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ലിംഗമില്ല, ഇത് പുരുഷന്മാരുടെ രൂപമാണ് അവർക്കുള്ളത്. പക്ഷെ അവർക്ക് ലൈംഗികമായിട്ടുള്ള നിലയിലുള്ള ശേഷി സ്വതവേ ഇല്ലാത്തതായിരിക്കുന്ന ആളുകളാണ്. ഒന്നുകിൽ അവർക്ക് ജന്മനാ ഇല്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെ ആക്കപ്പെട്ടവരോ ആകാം. കാരണം അങ്ങനെ ആക്കപ്പെട്ടവരാകാനായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ചരിത്രപരമായിട്ടുള്ള നിലയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ രാജ്ഞിമാരുണ്ടല്ലോ, രാജാക്കന്മാരുടെ രാജ്ഞികളെയൊക്കെ താമസിപ്പിച്ചിട്ടുള്ള അന്തഃപുരത്തിൻ്റെയൊക്കെ കാവൽക്കാരായിട്ടും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന നിലയിലൊക്കെ ആളുകളെ ഈ ഷണ്ണന്മാരാക്കിയിട്ടാണ് കൊണ്ടുവന്ന് കാവൽ നിർത്താറുള്ളത്. അപ്പോൾ അതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളെയാണ് പൊതുവെ ഷണ്ണന്മാരെന്ന് വിളിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ നമ്മൾ സാധാരണ പറയില്ല ആണും അല്ല പെണ്ണും അല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ വിശദീകരിക്കാറുണ്ട്. അതൊന്നും അല്ല. ഈ ഷണ്ണന്മാരെന്ന് പറഞ്ഞാൽ ലൈംഗിക ശേഷി ഇല്ലാത്തതായിരിക്കുന്ന പുരുഷന്മാരായിട്ടുള്ള ആളുകളാണ്. ചിലർ ജന്മനാ ഉള്ളവരാണ്. അങ്ങനെ അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്. ഷണ്ണന്മാരായിട്ട് ജനിച്ചവരും ഉണ്ട്, അങ്ങനെ ആക്കപ്പെട്ടവരും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ആളുകളെയാണ് ഈ ഷണ്ണന്മാരെന്ന് പറയുന്നത്. റൈറ്റ്, അങ്ങനെ ആക്കപ്പെട്ടവർ, അതെ തന്നെ, കറക്റ്റ്. അപ്പം ആ ഒരു നിലയിലാണ് ഇത്. അപ്പം ഈ ഷണ്ണന്മാർക്ക് ന്യായപ്രമാണം അനുസരിച്ച് പറയുമ്പോൾ
അവർക്ക് യഹോവയുടെ സന്നിധിയിൽ പ്രവേശനമില്ല എന്നുള്ളതായിരിക്കുന്ന നിലയിലുള്ള ചില വാക്യങ്ങൾ പഴയ നിയമ ന്യായപ്രമാണത്തിനകത്ത്, അതായത് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ചില തടസ്സങ്ങൾ, ചില റെഗുലേഷൻസ്, ചില തടസ്സങ്ങളൊക്കെ ഉള്ളതായിരിക്കുന്ന നിലയിൽ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. ഇപ്പോൾ വായിച്ച വാക്യവും യെശയ്യാവ് 56:3 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അതെ 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 അത് എത്യോപ്യ രാജ്ഞിയുടെ അതെ അദ്ദേഹമായിരുന്ന ഒരു വലിയ വളരെ ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന ഈ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ പറയുന്നതായിരിക്കുന്ന ഈ ഷണ്ണൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, ഈ വ്യക്തികൾക്ക് ഒരുപക്ഷെ ഈ യെശയ്യാ പ്രവചനം വായിക്കാനായിട്ടുള്ള കാരണം, ഞാനിങ്ങനെ മനസ്സിനകത്തൊരു കാര്യം ഊഹിക്കുകയാണ്. ഷണ്ണൻ എന്തുകൊണ്ടാണ് ഈ യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു അന്യജാതിക്കാരനാണ്, അദ്ദേഹം ഒരു ഇസ്രായേലിനല്ല. അന്യജാതിക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം യെരുശലേമിൽ വന്നിട്ട് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ആ യെരുശലേമിലേക്ക് വന്നിട്ട് മടങ്ങിപ്പോകുന്ന വ്യക്തി യെശയ്യാ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ യെശയ്യാ പ്രവചനം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. കാരണം ആ പ്രവചനത്തിനകത്ത് ഇവരെ ദൈവത്തിൻ്റെ ആലയത്തിൽ വലിയ നിലയിൽ സ്വീകരിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ ആക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം അരുളപ്പാട് കൊടുക്കുന്ന വാക്യങ്ങളുള്ളതാണ്. 53-ാം അധ്യായത്തിൽ നിന്നാണ് ഷണ്ണൻ വായിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 2-3 അധ്യായം കഴിയുമ്പോഴാണ് ഈ 56-ാമത്തെ അധ്യായമുള്ളത്. അപ്പോൾ അദ്ദേഹം അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ വാക്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ഇദ്ദേഹത്തിന് പല കാര്യങ്ങളും മനസ്സിലായില്ല. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ഈ ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഷണ്ണൻ തിരിച്ചു പറയുന്നതായിരിക്കുന്ന മറുപടി എന്താണ്? ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഇദ്ദേഹം വായിക്കുന്നുണ്ട്, വചനം വായിച്ചു പോവുകയാണ്. പക്ഷെ ആ വചനം ശരിയായിട്ടുള്ള നിലയിൽ അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ഗ്രഹിക്കുക എന്ന് ഷണ്ണൻ ചോദിക്കുമ്പോൾ ഈ ഫിലിപ്പോസ് നോക്കിയേ, ആ തക്ക സമയത്ത് ആ തിരുവെഴുത്തിനെ ആധാരമാക്കിക്കൊണ്ട് അവൻ ഏത് വചനമാണോ വായിച്ചു കൊണ്ടിരുന്നത് ആ തിരുവെഴുത്തിനെ ആധാരമാക്കി അവനോട് പ്രസംഗിച്ചു. അവനത് മനസ്സിലായി, അവനത് വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അത് ഓരോ സന്ദർഭത്തിനും യോഗ്യമായിട്ടുള്ള നിലയിൽ, ഞാൻ പറയട്ടെ, അവിടെയാണ് നമ്മൾ ഈ പ്രസംഗശാസ്ത്രം പഠിക്കുന്നത് കൊണ്ടുണ്ടാകേണ്ടതായിരിക്കുന്ന പ്രയോജനം എന്ന് പറയുന്നത്. എല്ലാ ദൈവത്തിൻ്റെ വചനവും ദൈവനിശ്വാസീയമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായിരിക്കുന്ന എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയമാണ്, അതിനൊരു മാറ്റവും ഇല്ല. പക്ഷെ ആ ദൈവനിശ്വാസീയമായിരിക്കുന്ന തിരുവെഴുത്ത് ഓരോന്നിനും ഓരോ സന്ദർഭത്തിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയോഗമുണ്ട്, അല്ലേ? കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് പരീക്ഷകൻ പിശാച് അടുത്ത് നിന്നു, ഈ കല്ലിനോട് അപ്പമായിട്ട് തീരാൻ കൽപ്പിക്കാന്ന് പറഞ്ഞു. കർത്താവ് ചുമ്മാ ഏതെങ്കിലും ഒരു വാക്യം എവിടെന്നെങ്കിലും ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള വാക്യമാണ് എടുത്ത് വായിച്ചേ, അല്ലല്ലോ. ആ സന്ദർഭത്തിന് എന്താണോ കൊടുക്കേണ്ടത് അതാ കൊടുത്തേ. എന്താ കർത്താവ് പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം നോക്കിയേ, നമ്മൾ സാധാരണ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എന്ന് പറയാറുണ്ട്. അതുപോലെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെയുള്ള മറുപടിയാണ് കർത്താവ് പറയുന്നത് പിശാചിനോട്. അപ്പോൾ എന്താണോ ആ സന്ദർഭത്തിന് യോജിച്ചത് ആ വചനം എടുത്ത് അവിടെ സംസാരിക്കാനായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് ആ സന്ദർഭത്തിൽ അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ഈ രീതി എന്ന് പറഞ്ഞത്. ഒരു പ്രസംഗകൻ വേണം, ഒരു സന്ദേശം വേണം, ആ പ്രസംഗിക്കാനായിട്ടുള്ളൊരു രീതി ആവശ്യമാണ്. അത് ആ നിലയിൽ നമുക്ക് ചെയ്യാനായിട്ട് ഇടയായിട്ട് തീരണം. പ്രസംഗത്തിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന ഒരു രീതി വേണം. അത് വെറുതെ പ്രസംഗിക്കുകയല്ല, അത് അതിൻ്റേതായ നിലയിൽ ചിട്ടപ്പെടുത്തി അത് ശരിയായ നിലയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകണം. നാലാമത്തേതെന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരണയാണ്. ഒരു പ്രേരണ എന്ന് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയിലൊക്കെയാണ് അതിനെ അർത്ഥമാക്കുന്നത്. ഒരു പ്രേരണ, ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനായിട്ട് ഒരു പ്രേരണ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് വായിക്കാം. 8-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, അതിൻ്റെ 5-6 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, അതിൻ്റെ 5-6 വാക്യങ്ങൾ. 4 മുതൽ വായിക്കുകയാണ്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു.
ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ്. ഇതിന് 8ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ 5ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു വര 8ാമത്തെ വാക്യത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? 5ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന 5ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നിന്ന് ഞാൻ 8ാമത്തെ വാക്യത്തിലേക്ക് ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. 8ാമത്തെ വാക്യം പറയുന്നത്, അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷം ഉണ്ടായിന്ന. ഫിലിപ്പോസ് ആ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിച്ചതുകൊണ്ട് ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. അതിനിടയ്ക്ക് പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷേ അതിന് തുടക്കമായത് ഈ ഫിലിപ്പോസ് ചെന്ന് പ്രസംഗിച്ചതായിരിക്കുന്ന കാരണം കൊണ്ടാണ് പറഞ്ഞത്. ഫിലിപ്പോസിന് അങ്ങനെ ചെന്ന് പ്രസംഗിക്കാനായിട്ട്, ആ ലക്ഷ്യത്തോടു കൂടെ പ്രസംഗിക്കാനായിട്ട് ഒരു പ്രേരണ, ഹൃദയത്തിനകത്തൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അനേകരെ കർത്താവിലേക്ക് നയിക്കാനായിട്ടുള്ള ആ ഒരു പ്രേരണയാൽ ഫിലിപ്പോസ് ചെന്നു, അവിടെ ചെന്ന് പ്രസംഗിച്ചു, അനേകർ കർത്താവിലേക്ക് ആദായപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഈ വചനം സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള നിലയിൽ ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യമെന്ന് പറയുമ്പോൾ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതിനകത്ത് വേണം, ഒരു മോട്ടിവേഷൻ വേണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ്. നിർബന്ധിക്കുന്നു, ഒരു നിർബന്ധം അതിൻ്റെ പുറകെ കിടപ്പുണ്ട്. ആ നിർബന്ധം എന്ന് പറയുന്നത്, പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് അനേകരുടെ അടുത്ത് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയപ്പം പൗലോസിനെ നിർബന്ധിച്ചത് വേറൊന്നുമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂട്ടായ്മ കിട്ടും, അതല്ല, അല്ലെങ്കിൽ ഇവിടെ ചെല്ലുമ്പോൾ എനിക്ക് കുറേ പേര് കിട്ടും, എൻ്റെ പേരിങ്ങനെ അച്ചടിച്ച് വരും, ഇതൊന്നും അല്ലായിരുന്നു പൗലോസിൻ്റെ പ്രേരണ എന്ന് പറയുന്നത്. കർത്താവ് തന്നെ സ്നേഹിച്ചു, കർത്താവിൻ്റെ സ്നേഹം തന്നിലേക്ക് വന്നപ്പം ആ സ്നേഹം അവിടെ ഒതുങ്ങി നിൽക്കാനുള്ളതല്ല എന്നുള്ളത് പൗലോസിന് അറിയാവുന്നത് കൊണ്ടാണ് ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടാണ് പൗലോസ് പോയത്. അതല്ലെന്നുണ്ടെങ്കിൽ പൗലോസ് ഒരു സ്ഥലത്തും പോവില്ല. കാരണം എന്താ? പൗലോസിന് അതിനേക്കാൾ വലിയതായിരിക്കുന്ന പദവി നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ സുവിശേഷം പ്രസംഗിച്ച പൗലോസ് എന്നാ നേടിയേ? കുറേ ഏറും, കുറേ കുത്തും, കുറേ പരിഹാസവും, കുറേ ചീത്തവിളിയും, അല്ലാതെ എവിടെയെങ്കിലും പോയി വീട് വെച്ച് താമസിച്ചു എന്നോ വലിയൊരു 2 നില പണിതു, അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി, ഇതൊന്നും പൗലോസിന് കിട്ടിയില്ല. പൗലോസിൻ്റെ ജീവിതകാലം മുഴുവൻ പൗലോസിന് കഷ്ടങ്ങളായിരുന്നു. അവസാനം റോമാക്കാരുടെ കഠിനമായിട്ടുള്ളൊരു തടവറയിൽ ചെന്ന് അവൻ അവിടുത്തെ കഴുത്ത് ഛേദിക്കപ്പെട്ട്, അവൻ്റെ ശിരച്ഛേദം ചെയ്യപ്പെട്ട്, അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാണ് അവൻ ആ കർത്താവിന് വേണ്ടി അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. നോക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് മാത്രമേ ഈ കാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതൊരു ശുശ്രൂഷയും അങ്ങനെ തന്നെയാണ്, വചന ശുശ്രൂഷ പ്രത്യേകിച്ചും. പ്രിയമുള്ളവരെ, ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ജോലിയാണെന്നുള്ളത് മനസ്സിലാക്കി, ഇത് മറ്റുള്ളവരെ പറയാനായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവിലൂടെ മാത്രം ഈ കാര്യം ചെയ്തെങ്കിലേ ഇത് ശരിയായിട്ടുള്ള നിലയിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ എത്രയൊക്കെ രീതികൾ നമ്മൾ രൂപപ്പെടുത്തിയെടുത്താലും നമ്മുടെ മനോഭാവം ശരിയല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രയോജനപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആദ്യമേ തന്നെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പ്രസംഗം എന്നൊക്കെ പറയുന്നത് കേവലം കുറേ സമയം കളയാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫലകരമായിട്ടുള്ള നിലയിൽ അവതരിപ്പിക്കുക, ഇതൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ടുള്ള നിലയിൽ ആളുകൾക്ക് രൂപാന്തരം വരണം എന്നുള്ള നിലയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണെന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ഇടവരണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ബ്രേക്കിലോട്ട് പോകാം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ഒരു നല്ല പ്രസംഗം നടത്താനായിട്ട് അല്ലെങ്കിൽ പ്രസംഗത്തിന് വേണ്ടതായിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏറ്റവും ആദ്യം പറഞ്ഞു ഒരു പ്രസംഗകൻ വേണം, 2 നമ്മൾ പറഞ്ഞു ഒരു സന്ദേശം വേണം, 3 പറഞ്ഞു അത് നന്നായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി വേണം, 4 അതിനുവേണ്ടി ശരിയായിട്ടുള്ള ഒരു പ്രേരക ശക്തി വേണം, ഒരു ശരിയായ നിർബന്ധം, ഒരു പ്രേരണ അതിൻ്റെ പുറകിൽ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 5ാമത്തേത് ഒരു കൽപ്പനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ എങ്കിലും ഞാനത് പറയുകയാണ്. ദർ ഈസ് എ മാൻഡേറ്റ്. ഇത് നമ്മൾ മനഃപൂർവ്വമായിട്ടുള്ള നിലയിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട, എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു കൽപ്പനയാണ് എന്നുള്ള തിരിച്ചറിവാണ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടത്. ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്, എനിക്കിതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിനകത്ത് വേണം. അതായത് ശരിയായിരിക്കുന്ന ഒരു ഉൾക്കാഴ്ച, ശരിയായിരിക്കുന്ന ഒരു ദർശനം പ്രസംഗത്തെക്കുറിച്ച് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ദർശനം എന്ന് പറയുന്നത്, ആ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, ഇത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ്. ഏറെ ഭയത്തോടുകൂടെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യമാണ്, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ഇത് മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്. ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ചതായിരിക്കുന്ന കാര്യമല്ല.
ദൈവം വേറെ ഏതെങ്കിലും നിലയിലല്ല ഈ കാര്യം ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിച്ചത്. ദൈവം ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ദൈവം പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു എന്നാണ്, അല്ലെങ്കിൽ ദൈവം തീരുമാനിച്ചു എന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ 2-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിലൂടെ അല്ല, ഏതെങ്കിലും നിലയിലുള്ള വേറെ കേമപ്പെട്ടതായിരിക്കുന്ന വിശേഷപ്പെട്ടതായിരിക്കുന്ന രീതിയിലൂടെയല്ല, മറിച്ച് പ്രസംഗത്തിലൂടെയാണ് ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ടുള്ളത്. ആ വാക്യം 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഞാൻ ആ വാക്യം പെട്ടെന്നൊന്ന് എടുത്ത് വായിക്കാം, അതിനുശേഷം നമുക്ക് ടീ ബ്രേക്കിനായിട്ട് പോവാം. 21 ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ്ക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ്. ചാപ്റ്റർ 1:21, 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. പ്രസംഗത്തിൻ്റെ ഭോഷത്വം എന്ന് അവിടെ വായിക്കുന്നത്. നിങ്ങൾ തിരിച്ചു പറയരുത്, ഭോഷത്വത്തിൻ്റെ പ്രസംഗം എന്നല്ല, പ്രസംഗത്തിൻ്റെ ഭോഷത്വം എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? അവിടെ ഉള്ളതായിരിക്കുന്ന ജ്ഞാനികളായിരിക്കുന്ന പല മനുഷ്യരും ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, ഈ ജ്ഞാനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജ്ഞാനമതവും അതുപോലെ ജ്ഞാനവാദക്കാരും പലതരത്തിലുള്ള ഫിലോസഫി തത്വജ്ഞാനമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ രക്ഷ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ചിന്തയുണ്ട്. അത് ചിലർ പറഞ്ഞു പ്രവൃത്തി പലതരത്തിലുള്ളതായിരിക്കുന്ന കാര്യപരിപാടികളൊക്കെ ചെയ്താണ് അങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത്. ചില ആളുകൾ ജ്ഞാനം പ്രാപിച്ച് ജ്ഞാനം സമ്പാദിച്ച് അതിലൂടെ രക്ഷയിലേക്ക് വരാമെന്നൊക്കെ ഉള്ളതായിരിക്കുന്ന പല തെറ്റായ ചിന്തകളുള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്താണ് പൗലോസ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒരു സുവിശേഷ പ്രസംഗം കേട്ട് അഥവാ പ്രസംഗത്തിലൂടെ ഒരു സന്ദേശം കേട്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഭോഷത്വമാണ്. ആർക്ക്? വിശ്വാസികൾക്കല്ല. ഈ പുറമേ നിന്നുള്ളതായിരിക്കുന്ന ആളുകൾ, ഈ ലോകത്തിലുള്ള മനുഷ്യർ ചിന്തിച്ചത് അങ്ങനെയാണ്. അയ്യോ, ഒരു പ്രസംഗം കേട്ട് ഒരു മനുഷ്യനെ രക്ഷിക്കപ്പെടാനായിട്ട് കഴിയുമോ? ഒരു സന്ദേശം കേട്ട് ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിയുമോ? ഇന്നും അനേകർ ചിന്തിക്കുന്നുണ്ടല്ലോ അങ്ങനെ, അല്ലേ? തീർത്ഥാടനം നടത്തുന്ന കാര്യം പറയുമ്പം എത്രയോ ആളുകളാണ്. ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത്, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ഞാൻ പെരുമ്പാവൂർ അടുത്ത് കുറുപ്പമ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് ജാതി മത വ്യത്യാസമില്ലാതെ പല ആളുകളും പല സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടെന്നറിയാമോ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്? എന്ത് പാട് കഴിച്ച്, എന്ത് വിഷമിച്ചാണ്, അധ്വാനം നടത്തി, ആരോഗ്യം നഷ്ടപ്പെടുത്തി, പണം നഷ്ടപ്പെടുത്തിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി അവർക്ക് പോകാനായിട്ട് ഒരു മടിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് ഒരു മനുഷ്യനും രക്ഷ സാധ്യമല്ല, രക്ഷ കിട്ടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തീർത്തും പ്രസ്താവിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഈ പുസ്തകം പലരും തുറന്ന് വായിച്ചിട്ടില്ല ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഈ തരത്തിലുള്ളതായിരിക്കുന്ന പല കഥകളിൽ വിശ്വസിച്ച് പല ആളുകളും പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തി രക്ഷ പ്രാപിക്കാനായിട്ടുള്ള മനുഷ്യൻ്റെ ശ്രമമാണ്. ഒരു പ്രസംഗം കേട്ട് വിശ്വസിച്ച്, സുവിശേഷം കേട്ടാൽ ഒരു മനുഷ്യന് രക്ഷയുണ്ട്, അത് കേട്ടാലല്ല, കേട്ടനുസരിച്ചാൽ, വിശ്വസിച്ചാൽ ഒരു മനുഷ്യന് രക്ഷിക്കപ്പെടാമെന്നുള്ള കാര്യം ഭോഷത്വമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അന്നുണ്ടായിരുന്ന ആ ആളുകളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ ഈ ഭോഷത്വം എന്ന് കരുതുന്നതായിരിക്കുന്ന ഈ പ്രസംഗം ഉണ്ടല്ലോ, ആ പ്രസംഗത്തിലൂടെ ഈ ലോകത്തെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. കാരണം എന്താ? ലോകത്തിന്റെ ജ്ഞാനം കൊണ്ട് ലോകം ദൈവത്തെ അറിയില്ല എന്നുള്ളത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന് മനസ്സിലായി. നിങ്ങൾ എത്രമാത്രം ജ്ഞാനം പ്രാപിച്ചാലും അതുകൊണ്ട് ആ ജ്ഞാനത്തിലൂടെ നിങ്ങൾ രക്ഷ പ്രാപിക്കില്ലെന്നുള്ളത് ദൈവത്തിനറിയാവുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം ഈ പ്രസംഗമാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. ഏത് മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏറ്റവും ലളിതമായിട്ടുള്ള നിലയിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാനായിട്ട് പറ്റുന്നതായിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അതാണ് പ്രസംഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവവചനത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. ആ പ്രസംഗം നമ്മൾ ഈ നിലയിൽ കൈകാര്യം ചെയ്യുമ്പോൾ, അത് സുവിശേഷ പ്രസംഗമാണെങ്കിലും ശരി, സഭയ്ക്കകത്തുള്ള പ്രസംഗമാണെങ്കിലും ശരി,
സൺഡേ സ്കൂൾ ക്ലാസ് എടുക്കുന്നതാണെങ്കിലും ശരി, ഞാൻ പറയട്ടെ, സഭയിലെ പ്രസംഗവും സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഞാൻ പറയാം, ഇവിടെ സഹോദരിമാരിരിപ്പുണ്ട്, മറ്റു പലതായിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നവരിപ്പുണ്ട്, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരിപ്പുണ്ട്, അതുപോലെ മറ്റ് ശുശ്രൂഷകൾ സഭയിൽ വചന ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, സഭാമൂപ്പന്മാരുണ്ട്. ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അത് ഗൗരവത്തോടുകൂടെ സംസാരിക്കാനായിട്ട് കഴിയണം. ഈ ഉൾക്കാഴ്ച നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ അത് ഫലകരമായിട്ട് തീരുകയുള്ളൂ. ആ നിലയിൽ ചെയ്യാനായിട്ട്, ഗൗരവത്തോടുകൂടെ ചെയ്യാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.